ഗൈസ്, അപ്പോൾ ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു വൈകുന്നേരം ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ കൊച്ചു വീഡിയോ ആണ്. അങ്ങനെ അച്ചാമ്മയുടെ വീട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ അവിടേക്ക് പോയിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്ന് അങ്ങനെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സിറ്റൗട്ടിലിരിക്കുമ്പം കുറച്ച് കാറ്റൊക്കെ കിട്ടും. വീട്ടിനകത്ത് കയറുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടൊക്കെയാണ്. ഗൈസ്, ഇവിടെ ഇഷ്ടംപോലെ മാങ്ങയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് കുറേ നിപ്പുണ്ട് കണ്ടേക്കണ്ട. ഇതെല്ലാം സംഭവം പഴുത്ത് വീഴുമ്പോഴത്തേക്ക് നമ്മൾ പറക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പം കുറച്ചിപ്പോൾ ഇത് നിൽക്കുന്നതെല്ലാം പച്ചയാണ്. പഴുക്കുമ്പോഴത്തേക്ക് സംഭവം ഇതെല്ലാം തറയിൽ വീഴും. പിന്നെ അതിലും കുറേ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് കാണിച്ചുതരാം. അതുകൊണ്ട് ഇവിടെയുണ്ട്. ഇതിനകത്തും കുറച്ച് മാങ്ങകൾ ഇപ്പോൾ ഉണ്ട്. ഇതൊന്നും സംഭവം പഴുത്തിട്ടില്ല. കാറ്റൊക്കെ അടിക്കുവാണെങ്കിൽ എല്ലാമായിട്ട് മാങ്ങ വീഴും. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, ഇടാത്തപ്പോൾ തിരക്കാറുമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബറും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോ കാണാത്തപ്പോൾ അന്വേഷിക്കുകയും കാണാറുണ്ടെന്ന് പറയുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഇപ്പോൾ വീഡിയോ ഒരാൾ കാണുന്നതിന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുഖമൊക്കെ ഒന്ന് പോയി കഴുകിയിട്ട് വരാം. കിടന്നുകൊണ്ട് മുഖമൊക്കെ ഇങ്ങ് ഒരുമാതിരി ഇരിക്കുന്നു. ഒക്കെ ഒന്ന് കഴുകി ഇനി അമ്മ ചായ ഇടാൻ പോകണം. അപ്പം ഞാൻ ചായയൊക്കെ ഒരു ചൂട് ചായയൊക്കെ കുടിക്കാം. ചൂട് ചായ അടിപൊളി കോമ്പിനേഷനാണല്ലേ. പിന്നെന്താ, പിന്നെ ഇവിടെ കുറേ പൂച്ചക്കുട്ടന്മാരുണ്ട്. എന്നെ കാണിച്ചു തരാം. അതാണ്ടേ ഇങ്ങനെ ഇവിടെ ഒന്ന് കിടക്കും സിറ്റൗട്ടിൽ. കുറേ ഉണ്ട് സംഭവം. കുറേയൊക്കെ ഇനിയിപ്പോൾ അപ്പം അപ്പുറത്തോട്ട് പോയി. ഇവിടെയാണ് മിക്കപ്പോഴും കിടക്കുന്നത്. പൂച്ചയൊക്കെ കിടക്കുന്നത് നല്ലതാണല്ലോ. എന്തെങ്കിലും പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം എല്ലായിടവും ന്യൂസ് എടുത്താൽ പാമ്പും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു രക്ഷയാണല്ലോ. പൂച്ചയൊക്കെ ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. അങ്ങനെ അമ്മ ചായ ഇടുവാണ് കേട്ടോ. അപ്പോൾ ചായ ഇടാനുള്ള പാലൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നിൽക്കുവാണ്. അങ്ങനെ അച്ഛനൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ അച്ഛനൊക്കെ ഉറക്കമൊക്കെ എണീറ്റ് വന്ന് ചൂടായതുകൊണ്ട് എല്ലാവരും ഇപ്പം അടുക്കളയിൽ അവിടെ ഒരു പടിയുണ്ട്, അവിടെയാണ് കൂടുതൽ ടൈം ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റായിരിക്കും. അങ്ങനെ ചായ ഇടാൻ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ തേയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പം തിളച്ച് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇന്നിവിടെ കപ്പയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അത് കഴിക്കാം. സ്പെഷ്യൽ കപ്പയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചായയോടെ ചിക്കൻ കറിയും കപ്പയായിട്ട് ചായയോടെ കഴിക്കാം. അങ്ങനെ ചായയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയോടെ കഴിക്കാൻ കപ്പയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഫുള്ള് ഞാൻ കഴിച്ചില്ല, പകുതി കുറച്ച് കഴിച്ചുള്ളൂ. അങ്ങനെ ബാക്കി പിന്നെ പൂച്ചയ്ക്ക് കൊടുത്ത്. അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ ചായയൊക്കെ റെഡിയായിട്ട് ചായയൊക്കെ കുടിച്ച്, നല്ല ചൂടുണ്ടായിരുന്നു. ചായ എടുത്തോടെ ചൂടോടെ കുടിച്ചു കൊടുത്ത്. അങ്ങനെ പിന്നെ അതൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അടുത്ത് ഇവിടെ കാവുണ്ട്. അപ്പോൾ അവിടെ പോയി കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു. ഇന്ന് പൂജ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ പൂജയുണ്ട് അമ്പലത്തിൽ. അങ്ങനെ പോയി തൊഴുതിട്ടൊക്കെ വന്നു. ഇതാണ് കേട്ടോ വീടിനടുത്തുള്ള കാവ്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ദിവസവും പൂജയൊക്കെ കാണും. അങ്ങനെ അവിടെ നിന്ന് പ്രസാദം കിട്ടിയായിരുന്നു, പഴവും മറ്റും നല്ലൊരു സംഭവമൊക്കെ. ചില ദിവസങ്ങളിൽ പായസമൊക്കെ കാണും. അങ്ങനെ അതൊക്കെ വന്നിട്ട് കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 6:30 ആയപ്പോഴും വിളക്ക് കത്തിച്ച്. പക്ഷേ നല്ലതായിട്ട് ഇരുട്ടിയിട്ടില്ല സംഭവം. വെളിയിൽ നല്ല വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.